ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ചെറിയൊരു പേഴ്സ് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ മെഷർമെന്റ് നീളം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് വരുന്നത്. ഇതിന്റെ വീതി 9 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ അടിവശത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ജീൻസിന്റെ പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് സെയിം അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളതിൽ ക്യാൻവാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ച് കൊടുത്താലും മതി. പിന്നെ അതിന് ലൈനിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും സെയിം അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനെങ്ങനെ നമ്മൾക്കിനി സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ജീൻസിന്റെ പീസ് ആദ്യം ഒന്നിങ്ങനെ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിലോട്ടേക്ക് വരുന്ന പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ലെവലാക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ലൈനിങ്ങിന്റെ പീസും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടുന്ന് ഇവിടെ വരെയും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കും സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഒഴിവാക്കി വിടുക. ഓക്കെ, സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിനിങ്ങനെ നേരെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത വശം. ഈ വശത്ത് ചെയ്യാനുണ്ട്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 അല്ലെങ്കിൽ 1 വെച്ചിട്ട് മാർക്ക് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇവിടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിന്റെ പീസ് ഇപ്പുറത്തോട്ടേക്ക് നീക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കട്ടിങ്ങിന് വേണ്ടി എടുത്ത പോയിന്റ്, അതായത് 1.5 ഇഞ്ച് ഇവിടെയും അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി പിടിക്കാം. ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി പിടിച്ചിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഈ മാർക്കിന്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു മടക്ക് കൊടുത്ത് വെക്കുക. ഇതില്ലേ, ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ ലൈനിങ്ങിനെ പതുക്കെ ഇവിടെ ലെവലാക്കിയിട്ട് ഇതേപോലെ തിരിച്ച് മടക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട്
കിട്ടും. ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഈ സ്റ്റിച്ചിൻ്റെ അടുത്ത് കുറച്ച് പറ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ചിൻ്റെ അടുത്തായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, നമ്മളിവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൂട്ടാ അതിനെ നമുക്ക് വിരൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. ഈ സൈഡെല്ലാം നല്ല കറക്റ്റാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗം ഒന്ന് ഇവിടെ തൊട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഇവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു സൈഡും കൂടെ ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്, ഇവിടെ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കണം. നമ്മളിതിൽ സിബൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ ഇതിലേക്ക് ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കുക. അതായത് ഇതിൻ്റെ ഉള്ളിലൊരു പ്രസ് ബട്ടൺ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളെ ചെരുപ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രാപ്പ്, ഇതാ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ ഇതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കറക്റ്റിൽ നോക്കിയിട്ട് ഇതും കൂടെ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ചെയ്തിട്ട് വരാം. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഇതാദ്യം മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഇനി ഈ ഒരു ഫോൺ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു ഷോ ബട്ടണൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് നമ്മുടെ പേഴ്സ്. ഓക്കെ, താങ്ക് യു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.